നമസ്കാരം. എന്താണ് ലോക്കർ എന്നും ഒരു ഭവനത്തിൽ എവിടെയാണ് ലോക്കർ വെക്കേണ്ടതെന്നും ലോക്കർ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ധനം ആകർഷിച്ചു തരുന്നതെന്നും പലർക്കും അറിയില്ല. പണ്ട് മുതലേ കേട്ടുവരുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് കന്നിമൂലയിലെ ലോക്കർ. നിങ്ങളുടെ ഭവനത്തിൽ തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ കന്നിമൂലയിലെ ലോക്കറുകൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും യാതൊരു തരത്തിലുള്ള ഫലവും തരാൻ പോകുന്നില്ല. നിങ്ങളുടെ ഓരോ ഭവനങ്ങളും എടുത്തു നോക്കൂ. കന്നിമൂലയിൽ ഇരിക്കുന്ന അലമാരയ്ക്കുള്ളിലെ ധനം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിച്ചിട്ടുണ്ടോ, അത് ഡബിൾ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായിട്ടും കന്നിമൂലയിലെ അലമാരി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും തരാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വാസ്തുശാസ്ത്രത്തിൽ ദിശകൾക്കാണ് പ്രാധാന്യം. കൃത്യമായ ദിശയിലാണ് നിങ്ങളുടെ ലോക്കർ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധനം വരികയും ലോക്കറിനുള്ളിൽ എപ്പോഴും ധനം ഉണ്ടാവുകയും ചെയ്യും. ഏതൊക്കെയാണ് ആ ദിശയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ലോക്കറിനെ സംബന്ധിച്ചിട്ടുള്ള പല മിത്തുകളും ഇന്ന് സമൂഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നിങ്ങൾ അത് അറിഞ്ഞിട്ടുമുണ്ടാവും. എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. പലരുടെയും വിചാരം ലോക്കറിനുള്ളിൽ ചുമന്ന തുണി വെച്ചാൽ ഒരുപാട് ധനം ലഭിക്കും, ലോക്കറിനുള്ളിൽ കണ്ണാടികൾ വെച്ചാൽ ഒരുപാട് ധനം ലഭിക്കും, ലോക്കർ വടക്ക് നോക്കിയിരിക്കണം, ഒരുപാട് ധനം ലഭിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം കൃത്യമായ ദിശകളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം തെറ്റായ ദിശയിലാണ് നിങ്ങളുടെ ലോക്കറുകളും നിങ്ങളുടെ അലമാരികളും ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം വിപരീത ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്നാൽ ശ്രദ്ധയോടെ കേട്ടോളൂ. ഏതെല്ലാം ദിശകളിൽ എങ്ങനെയെല്ലാമാണ് ലോക്കർ വെക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലോക്കറുകൾക്ക് ഒന്നാം സ്ഥാനം നൽകേണ്ടത് നേർ പടിഞ്ഞാറ് ദിശയിൽ തന്നെയാണ്. പടിഞ്ഞാറിലിരിക്കുന്ന ലോക്കറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ധനത്തെ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ലോക്കർ തന്നെയാണ്. നിങ്ങൾ എന്ത് കൊണ്ടുവച്ചാലും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ ധനത്തെ ഉപയോഗിക്കാനും ഒരുപാട് ധനങ്ങൾ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ ഇച്ഛാപൂർത്തീകരണത്തിനും പറ്റുന്ന ദിശയിലുള്ള ലോക്കർ തന്നെയാണത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് പുഷ്പദന്തിന്റെയും വരുണന്റെയും ദിശ തന്നെയാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ദിശ കൂടിയാണ് പടിഞ്ഞാറ് ദിശ. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ മലിനജലക്കുഴിയോ സെപ്റ്റിക് ടാങ്കുകളോ ബാത്റൂമുകളോ വരാൻ പാടുള്ളതല്ല. അത്രയും പവിത്രമായ ദിശ കൂടിയാണ് പടിഞ്ഞാറ്. ഇവിടെയാണ് ഒന്നാമത്തെ സ്ഥാനം ലോക്കറിന് നൽകേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ലോക്കറിനുള്ളിൽ ചുമന്ന നിറത്തിലുള്ള തുണിക്ക് പകരം വെള്ള തുണിയും കണ്ണാടിയും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനമാണ് വടക്ക് ദിശ. വാസ്തുശാസ്ത്രം അനുസരിച്ച് വടക്ക് ദിശ എന്നുള്ളത് കുബേറിന്റെ സ്ഥാനമായും ധനത്തിന്റെ സ്ഥാനമായും സ്വർണത്തിന്റെ സ്ഥാനമായും സോമ ഭല്ലാട്ട് എന്ന് പറയുന്ന ദേവതകളുടെ സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിന്റെ വടക്ക് ദിശയിൽ, മുറികളുടെ വടക്ക് ദിശയല്ല, വീടിന്റെ വടക്ക് ദിശയിൽ ഇരിക്കുന്ന ലോക്കറുകൾ, ഇവിടെ ഉണ്ടാകുന്ന ലോക്കറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരുപാട് അവസരങ്ങൾ തരികയും അതിലൂടെ ധനം സമ്പാദിക്കാനും സാധിക്കും. വടക്ക് ദിശയിലാണ് നിങ്ങളുടെ ലോക്കർ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളിൽ നീല നിറത്തിലുള്ള തുണികൾ ഉപയോഗിക്കാം, കണ്ണാടികൾ സ്ഥാപിക്കാം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പോകുന്നില്ല. മൂന്നാമത്തെ ദിശയായി പറയുന്നത് തെക്ക് ദിശയാണ്. നേർ തെക്ക് ദിശയിലാണ് നിങ്ങളുടെ ലോക്കർ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ പേരും പ്രശസ്തിയും വരികയും അതിലൂടെ നിങ്ങൾക്ക് സമ്പാദ്യം വരികയും ചെയ്യും. തെക്കിലിരിക്കുന്ന ലോക്കറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചുമന്ന തുണി ഉപയോഗിക്കാം. ഒരിക്കലും തെക്കിലിരിക്കുന്ന ലോക്കറിനുള്ളിൽ കണ്ണാടികൾ സ്ഥാപിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ധനത്തെ ഇല്ലാതാക്കാൻ ആ കണ്ണാടിക്ക് കഴിവുണ്ടാവും. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ജാതി മത ഭേദമന്യേ പറയുകയാണ്, നമ്മളുടെ ഓരോ ഭവനത്തിലും ഒരു കുഞ്ഞു ലോക്കറെങ്കിലും ഈ 3 ദിശകളിൽ സെറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും ദിശകളിലാണ് നിങ്ങളുടെ ലോക്കർ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന തെറ്റായ ലോക്കറുകൾ കൃത്യസ്ഥാനത്ത് വെക്കണമെന്നും അതിലൂടെ ധാരാളം ധനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം. വിഷ്ണു ആചാര്യ. നന്ദി, നമസ്കാരം.